നല്ല മഴയാണ്, നാട്ടിലേക്ക് നല്ല മഴയാണ്. ഒരു ചായ കുടിക്കാനുള്ള ബ്ലോക്കാണ്. അപകട മേഖല, വേഗത കുറച്ച് പോവുക. അപ്പം നിങ്ങൾ ഓർക്കും ഇവിടെ എന്താ ഇത്ര സ്പെഷ്യൽ ചായ ആണോ എന്ന് വിചാരിക്കും. സത്യം പറഞ്ഞാൽ ഇത് മേടിക്കാൻ വന്നതാണ്. നല്ല മഞ്ഞ കേട്ടോ. ഇതാണ് മരിയൻ കോളേജ്. സ്പെഷ്യൽ ചായ ഒന്നുമില്ല, ഇവിടെ ഒരു സ്പെഷ്യൽ കാഴ്ചയുണ്ട്. മഞ്ഞ്, മഴ, തണുപ്പ്, ചായ. ഇതുണ്ടോ ഇത്രയും ബ്ലോക്കും തിരക്കും എന്തിനാണെന്നറിയാമോ? ഇവിടുന്ന് നേരെ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ താഴത്തെ റോഡിൽ ചെല്ലാം, പെട്ടെന്ന് ചെല്ലാം. അപ്പം വാഹനത്തിൻ്റെ ബ്രേക്കിംഗ് ഒക്കെ ഇപ്പം നമ്മളുടെ കൺട്രോളിലല്ല. അവിടെ നിന്നൊക്കെ അത്രയും ദൂരത്തിൽ വരുന്ന വണ്ടി കാണാൻ പോലും കുട്ടിക്കാരൻ വരുവാണെന്നുണ്ടെങ്കിൽ ഇപ്പോഴാണ് ശരിക്കും കുട്ടിക്കാരൻ കാണേണ്ടത്. അപ്പം നേരെ കയറി പോലെ വളഞ്ഞാനം നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ? നമ്മളിപ്പോൾ പറഞ്ഞ ആ ഒരു വഴിയിൽ നിന്ന് നേരെ പോന്നു കഴിഞ്ഞാൽ ഇതാ ഈ കാണുന്ന സ്ഥലത്ത് വന്ന് ഹായ്, എങ്ങനെയുണ്ട് മഴ? അടിപൊളി മഴയാണ്, തകർത്തു വാരുവാണ്. അപ്പോൾ മഴയില്ലാത്ത സമയം നോക്കിയിട്ട് ചെറിയൊരു ഗ്യാപ്പ് കിട്ടി. അപ്പോൾ നേരെ മുണ്ടയ്ക്കാൻ വന്നു വേറൊന്നുമല്ല, അമ്മ പറഞ്ഞ് ഇച്ചിരി കപ്പയും മീനുമൊക്കെ മേടിച്ചുകൊണ്ട് വരാൻ പറഞ്ഞു. അപ്പോൾ ഞാൻ അത് മേടിക്കാൻ വന്നതാണ്. അപ്പോൾ ഇവിടെ വന്നപ്പോൾ ഇവിടുത്തെ ഈ ക്ലൈമറ്റ്, മഴയൊന്ന് തോർന്ന് നിൽക്കുന്ന സമയമാണ്. ആ മലയുടെ മേളിൽ നിന്ന് മഞ്ഞിറങ്ങി വീഴുന്നുണ്ട്, അത് ഹൈ റേഞ്ചാണ്. അപ്പോൾ ഞാനേ അത് കണ്ടപ്പോൾ എൻ്റെ മനസ്സിലൊരാഗ്രഹം, എന്താണേലും മഞ്ഞുണ്ടാകും എന്നുള്ളൊരു വിശ്വാസത്തിൽ നമുക്ക് നേരെ ഹൈ റേഞ്ച് വിടാം. അപകട മേഖല, വേഗത കുറച്ച് പോവുക. ഇത് 30 കിലോമീറ്റർ സ്പീഡാണ്. അപ്പം ഞാൻ ഈ ബോർഡ് കണ്ടിട്ട് ഇങ്ങനൊരു വീഡിയോ എടുക്കുന്നത് എന്നാന്ന് വെച്ചാൽ ഹൈ റേഞ്ചൊക്കെ കയറുന്നവരൊന്ന് സൂക്ഷിക്കുക. നല്ല മഴയാണ്, ഇപ്പോൾ തന്നെ മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പം വാഹനത്തിൻ്റെ ബ്രേക്കിംഗ് ഒക്കെ ഇപ്പം നമ്മളുടെ കൺട്രോളിലല്ല. സ്ലിപ്പാവാം, അല്ലെങ്കിൽ ഒരു ടയറിൻ്റെ കണ്ടീഷൻ അനുസരിച്ചൊക്കെ നമ്മുടെ കൺട്രോളിൽ നിന്ന് വാഹനം മാറി ആയിരിക്കും ഇപ്പോൾ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പം സൂക്ഷിച്ചും കണ്ടും വാഹനം ഓടിക്കുക. ഈ ഒരു ബോർഡ് മനസ്സിലുണ്ടാവണം. ഹലോ ഗൈസ്, വെൽക്കം ടു മൈ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം ഞാൻ കുട്ടിക്കാരൻ വന്നിരിക്കുകയാണ്. കുട്ടിക്കാരൻ വന്നതെന്നു വെച്ചാൽ അടിപൊളി ക്ലൈമറ്റാണ്. അതായത് ഇപ്പോഴാണ് കുട്ടിക്കാലം വരേണ്ടത്. നല്ല മഴയാണ്, നാട്ടിലേക്ക് നല്ല മഴയാണ്. നേരെ ഹൈ റേഞ്ച് കയറി എന്താണെന്ന് വെച്ചാൽ മഞ്ഞ് കാണാൻ വേണ്ടി തന്നെ വന്നതാണ്. ഇപ്പോൾ ഈ ഫോഗ് ഇപ്പോഴാണ് കാണേണ്ടത്. കുട്ടിക്കാലം വരുവാണെന്നുണ്ടെങ്കിൽ ഇപ്പോഴാണ് ശരിക്കും കുട്ടിക്കാരൻ കാണേണ്ടത്. മഞ്ഞ്, മഴ, തണുപ്പ്, ചായ ഇല്ല, ചായ കുടിക്കാൻ സ്ഥലത്ത് പോവാം. അതും ഒരു സ്പെഷ്യൽ സ്ഥലം തന്നെയാണ്, നമുക്ക് അവിടെ പോവാം. അപ്പം മഞ്ഞ് എനിക്ക് കാണണ്ടേ? അവിടെ നിന്നൊക്കെ അത്രയും ദൂരത്തിൽ വരുന്ന വണ്ടി കാണാൻ പോലും എന്താ പറയുന്നത്, വണ്ടിയൊക്കെ നിർത്തിയിട്ട് എല്ലാവരും എന്താ പറയുക, വീഡിയോ എടുക്കുന്നു, ഫോട്ടോ എടുക്കുന്നു. അത് കാണിച്ചു തരാം. എന്തെങ്കിലും കാണാൻ പറ്റുന്നുണ്ടോ? അവിടെ വണ്ടി വീഴുന്ന അറിയത്തു പോലുമില്ല. എല്ലാം ഫോട്ടോ ഒക്കെ എടുക്കുന്നു. അവിടെയെല്ലാം അമ്മമാരൊക്കെ മഞ്ഞ് കൊള്ളാൻ വന്ന. അപ്പോൾ എന്നാ മഞ്ഞാന്ന് നോക്കി, എന്തൊരു അടിപൊളി ക്ലൈമറ്റാണ്. എന്താണെങ്കിലും കയറി വന്നത് സൂപ്പർ ടൈമിലാണ് കേട്ടോ. അപ്പം നമുക്കിനി നേരെ കുട്ടിക്കാരൻ ടൗണിലോട്ട് പോകാം. അവിടെ ചെന്ന് കഴിഞ്ഞാൽ കുറച്ചുകൂടെ മഞ്ഞ് കാണും എന്നുള്ളതാണ് എൻ്റെ പ്രതീക്ഷ. നമുക്ക് നേരെ ഇനി അങ്ങോട്ട് പോകാം. സംഭവം കൊള്ളാം കേട്ടോ, അടിപൊളി എന്ന് പറഞ്ഞാൽ അടിപൊളി. നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ? അതായത് നമുക്ക് ഫ്രണ്ടിൽ നിന്ന് വരുന്ന വണ്ടിയൊന്നും കാണത്തില്ല കേട്ടോ. അതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. എന്താണെങ്കിലും നമ്മൾ കയറി വന്ന് വെറുത്തായി. അയ്യോ, ഫ്രണ്ടിൽ നിന്നൊരു വണ്ടി വരുന്നൊന്നും അറിയത്തില്ല. ഇതിപ്പം നേരിട്ട് കാണുമ്പോഴാണ് അതിൻ്റെ ആ ഒരു എന്താ ഇനി പറയുന്നത്, ആ ഒരു ക്ലാരിറ്റി, നമ്മൾ കാണുന്ന ക്ലാരിറ്റി എന്താണെന്നുള്ളത് ഒന്നും കാണത്തില്ല. ഞാൻ പതുക്കെയാണ് പോകുന്നത്. നൈസ്, എനിക്കൊന്നും കാണത്തില്ല കേട്ടോ. പക്ഷേ ഈ ക്യാമറയിലൂടെ കുറച്ചുകൂടെ ക്ലിയർ ആയിട്ട് കാണാമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമ്മൾ നേരെ ടൗണിലോട്ട് എത്തി. കുട്ടിക്കാനം ടൗൺ ഇതാണ്. വാവ്, നൈസ്, നല്ല മഞ്ഞ കേട്ടോ. ഇതാണ് മരിയൻ കോളേജൊക്കെ മഞ്ഞിൽ മൂടി കിടക്കുവാണ്, ഒന്നും കാണത്തില്ല, തീരല്ലേ. അപ്പോൾ നമുക്ക് ഇവിടെ നിന്ന് നേരെ ഫ്രണ്ടിലോട്ട് പോകാം. ജസ്റ്റ് കോളേജിൽ നിന്ന് കാണിച്ചതേ ഉള്ളൂ കേട്ടോ. അപ്പോൾ നമുക്കിനി നേരെ ആ ടൗണിൻ്റെ അങ്ങോട്ട് ചെല്ലാം. ഇതാണ് കുട്ടിക്കാനത്തിൻ്റെ മെയിൻ കവാടം എന്ന് വേണമെങ്കിൽ പറയാം. അതായത് ഇവിടുന്ന് നമുക്ക് അങ്ങോട്ട് കട്ടപ്പനയാണ് പോകുന്നത്, ഇത് കോട്ടയമാണ് പോകുന്നത്, ഇത് നമ്മളുടെ കുമളി പോകുന്ന വഴിയാണ്. അപ്പം അതിൻ്റെ സെൻട്രൽ ഭാഗമാണ് കേട്ടോ. അപ്പം ഇവിടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് എങ്ങോട്ട് വേണമെങ്കിലും പോവാം. ഇവിടെ ഒരു പെട്രോൾ പമ്പ് ഉണ്ടായിരുന്നു, അതിപ്പം നിർത്തിപ്പോയി. അതുകൊണ്ട് ചെറിയൊരു പണിയൊക്കെ കിട്ടും. അപ്പം അത് മറക്കണ്ട കേട്ടോ, അത് പ്രത്യേകം ഒന്ന് നോട്ട് ചെയ്തു. അങ്ങനെ നമ്മൾ കുട്ടിക്കാനം ഇറങ്ങി നമ്മൾ കുറച്ചിങ്ങനെ മുന്നോട്ട് പോകുന്നു. അപ്പം ഇതാണ് ഏറ്റവും ഡേഞ്ചറായിട്ടുള്ളൊരു വളവ് കേട്ടോ. ഇവിടെ നമ്മൾ സൂക്ഷിച്ചില്ലെങ്കിൽ
ഇവിടുന്ന് നേരെ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ താഴത്തെ റോഡിൽ ചെല്ലാം, പെട്ടെന്ന് ചെല്ലാം. തമാശയായിട്ട് പറഞ്ഞതാണെങ്കിലും സീരിയസ് ആയിട്ട് തന്നെ എടുക്കണം കേട്ടോ. അതായത് ഒരു വലിയൊരു വളവാണ്. അവിടെ നമ്മൾ സൂക്ഷിച്ചും കണ്ടും വന്നില്ലെങ്കിൽ നമുക്ക് അപകടം ഉണ്ടാവും. അത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ മലയാളികൾക്കെല്ലാം കൃത്യമായിട്ട് അറിയാം. അതായത് വളവ് നോക്കി അവർ കൃത്യം നോക്കിയേ ഓടിക്കത്തുള്ളൂ. ഈ തമിഴ്നാട് അല്ലെങ്കിൽ ആന്ധ്രാപ്രദേശ്, പോണ്ടിച്ചേരി, കർണാടക എന്നൊക്കെ വരുന്ന വണ്ടികളുണ്ട്, പ്രത്യേകിച്ച് ലോറികൾ. നമ്മളിപ്പോൾ പറഞ്ഞ ആ ഒരു വഴിയിൽ നിന്ന് നേരെ പോന്നു കഴിഞ്ഞാൽ ഈ കാണുന്ന സ്ഥലത്ത് വന്ന് ഇവിടെ റോഡിലോ അല്ലെങ്കിൽ ഇതിന് നേരെ താഴെ കാണുന്ന കൊക്കയിലോട്ടോ പോവാം. അപ്പോൾ സൂക്ഷിച്ചും കണ്ടൊക്കെ വണ്ടി ഓടിച്ച് വരിക. പ്രത്യേകിച്ച് ഈ മഴയുള്ള സമയത്തൊക്കെ നോക്കിയും കണ്ടും വണ്ടി ഓടിക്കുന്നതായിരിക്കും എപ്പോഴും നല്ലത്. അപ്പം നമ്മൾ ഏകദേശം ചായ കുടിക്കേണ്ട ഒരു സ്പോട്ട് തപ്പി നടക്കേണ്ട കാര്യമൊന്നും ഇല്ല. നമുക്കൊരു സ്പോട്ടുണ്ട്. ചിലർ ഇവിടെ വന്ന് ചായ കുടിക്കാൻ വേണ്ടി 500ഉം 1000ഉം മുടക്കിയൊക്കെ എക്സ്പെൻസ് മുടക്കി ഇവിടെ വന്ന് ചായ കുടിക്കാറുണ്ട്. പക്ഷേങ്കിൽ ഇവിടെ വന്ന് ചായ കുടിക്കേണ്ട സമയം ഇപ്പോഴാണ്. അതായത് ഈ ഒരു സീസണിലാണ്, ഇപ്പം ഈ മഴ സീസണിലാണ് വന്ന് ചായ കുടിക്കേണ്ടത്. അതെന്താണെന്നുള്ളത് ഞാനിപ്പം നിങ്ങളെ കാണിച്ചു തരാം. എൻ്റെ അമ്മോ, ഒരു ചായ കുടിക്കാൻ വേണ്ടി ആൾക്കാർ നിർത്തൽ കണ്ടോ നിങ്ങൾ? അപ്പം നമ്മൾ ഉദ്ദേശിച്ച സ്ഥലം ട്രാവലർ ഉള്ളതുകൊണ്ട് ഒന്നും കാണാൻ പറ്റുന്നില്ല. ഒരു ചായ കുടിക്കാനുള്ള ബ്ലോക്കാണ്. അപ്പം നിങ്ങൾ ഓർക്കും ഇവിടെ എന്താ ഇത്ര സ്പെഷ്യൽ ചായയാണോ എന്ന് വിചാരിക്കും. പക്ഷേങ്കിൽ സ്പെഷ്യൽ ചായയൊന്നുമില്ല, ഇവിടെ ഒരു സ്പെഷ്യൽ കാഴ്ചയുണ്ട്. ഇതുണ്ടോ, ഇത്രയും ബ്ലോക്കും തിരക്കും എന്തിനാണെന്നറിയാമോ? ഒരു ചായ കുടിക്കാൻ വന്നതാണ്. അല്ലെങ്കിൽ കണ്ട കാഴ്ച എന്ന് പറയുന്നത് വളഞ്ഞങ്ങാനം വാട്ടർഫോൾസ്. ഈ വാട്ടർഫോൾസ് കാണാൻ വേണ്ടിയാണ് അവിടെയുള്ള ആൾക്കാർ മൊത്തം അവിടെ ഇറങ്ങുന്നത്. ശരിക്കും പറഞ്ഞാൽ അറിയാവുന്നവരാണെന്നുണ്ടെങ്കിൽ ഒരു ചായ കുടിക്കാൻ ഇറങ്ങും. പക്ഷേ അറിയത്തില്ലാത്തവർ ഈ വെള്ളം കണ്ടിട്ട് ഇറങ്ങുന്നതാണ്. എന്ത് രസമാണ്, അടിപൊളിയല്ലേ, സൂപ്പർ. ഇത് ഇവിടുത്തെ വെള്ളം ഇതിനും ഭയങ്കരമായിട്ട് ഒഴുകുന്നതാണ്. ഇതുവഴി പോയിട്ട് അവിടെ പോയി അടിക്കുന്ന വെള്ളമാണ്. പിന്നെ അത് എല്ലാവരും കാണാൻ നിൽക്കുന്നുണ്ട്. ക്ലിയറല്ലേ? ഇതുണ്ടോ, ഇവിടെ മൊത്തം ബ്ലോക്കായി. അതായത് ഈ ഒരൊറ്റ കാഴ്ചയ്ക്ക് വേണ്ടിയാണ് ഇവിടെ മൊത്തം ബ്ലോക്ക് ആയിരിക്കുന്നത്. അങ്ങോട്ട് ഫുള്ളുണ്ട്. അപ്പോൾ നമുക്ക് അവിടെ ഒത്തിരി ചായക്കടകൾ കാണാൻ പറ്റും. വളഞ്ഞങ്ങാനം വാട്ടർഫോൾസ്. അപ്പം നമുക്ക് ഇനി ഒരു ചായ കുടിക്കാം. നല്ല മഞ്ഞ് ഇറങ്ങി തുടങ്ങി. അപ്പം മഴ ചാറി തുടങ്ങി. നമുക്ക് ഇപ്പോഴാണ് ചായ കുടിക്കേണ്ടത്. മുരിയുന്ന ഉള്ളിവിടെയും ഒരു ചായ. അപ്പം ചായ കുടിക്കാൻ ഇതിലും നല്ല സ്പോട്ട് ഇനി കിട്ടാനില്ല. അപ്പം നേരെ കയറി പോലെ വളഞ്ഞങ്ങാനം. അപ്പോൾ നമുക്ക് അടുത്ത് കഴിക്കണം. ചേട്ടാ ഇതെന്നെ വില? ഒരു രൂപ. കപ്പ നമുക്ക് ഇവിടുന്ന് കഴിക്കാം. എത്ര ചേട്ടാ കപ്പ? എത്രയാ? 2.5 കിലോ. അതാ സത്യം പറഞ്ഞാൽ ഇത് മേടിക്കാൻ വന്നതാണ്. ഇതുമായിട്ട് വീട്ടിൽ ചെന്നില്ലെങ്കിലേ കയറ്റത്തില്ല. അപ്പോൾ ശരി, ബൈ ബൈ.